ഒരു ലോങ് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഞാൻ അപ്പപ്പായിട്ട് ഇങ്ങനെ കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലേ? അപ്പോൾ അതെ, നമ്മൾ ചായ കുടിക്കാൻ വന്നിക്കണേ രാവിലെ. മാലിപ്പുറം ആണ്, മാലിപ്പുറത്തു നിന്നാണ് നമ്മൾ ചായ കുടിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ നിന്ന് എല്ലാ ദിവസവും വന്ന് കുടിക്കുമെന്ന്. അങ്ങനെയല്ല, രാവിലെ കളിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കാലി ചായ കുടിക്കാറുണ്ട്. അവിടെ നിന്ന് നേരെ മാലിപ്പുറം ബീച്ചിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ് കേട്ടോ. അതിനിടയിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഏട്ടൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ചെറിയ വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. ലെങ്ത്ത് കൂടുമ്പോൾ ആൾക്കാർക്ക് കാണാൻ മടുപ്പാവത്തില്ലേ, അപ്പോൾ അത് വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ ഒരു 10 മണി വരെ ഉള്ളതാണ് ഇതിൽ വരുന്നത്. അങ്ങനെ ഓരോ ദിവസമുള്ള ചെറിയ വീഡിയോസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലെത്തി. ഗ്രൗണ്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. വന്ന പടി തന്നെ ഏട്ടക്ക് ബോൾ പറക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. ബോൾ തപ്പണേനൊക്കെയാണ് കാട്ടിലിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേര് വരുന്നതേ ഉള്ളൂ. ഏട്ടൻ ഇവിടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യും, ബീച്ചിലോട്ട് നോക്കിയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രത്യേക തരം ഭ്രാന്തുണ്ട്, ആ ഭ്രാന്തിലോട്ട് വഴുതി വീഴും. അതാണ് സാധാരണ ചെയ്യാറ്. കാരണം എല്ലാവരും ബീച്ചിൽ വരുന്നത് കടൽ കാണാൻ, കടലിൽ കളിക്കാം, കാല് നനയ്ക്കാം എന്നൊക്കെയല്ലേ. പക്ഷേ ഞാൻ ബീച്ചിൽ വരുന്നത് വേറൊരു കാര്യത്തിലാണ്. ഏട്ടൻ എപ്പോഴും പറയും ബീച്ചിൽ വന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ കടലിൽ കളിക്കും, അല്ലെങ്കിൽ കടൽ കണ്ടുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെയാണ്. ഞാൻ വരുന്നത് വേറൊരു കാര്യത്തിനാണെന്ന് പറയും. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാലിപ്പുറം ബീച്ച് വരുന്നത്. ഇവിടെ കുറേ ഫോട്ടോഷൂട്ട്, റീൽസ് എല്ലാം ചെയ്യും കേട്ടോ. കാരണം മൂളിക്കാടാണ്. മാത്രമല്ല വേറെ പല രംഗങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് റമീസിൻ്റെ മകളാണ് അയിനക്കുട്ടി. ഇപ്പോൾ റമീസിൻ്റെ ഒപ്പം ഇന്ന് കളിക്കാൻ വന്നപ്പോൾ പോകുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് എന്താ പറയണത്, വലിയ സങ്കടങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും പോയി അണ്ണാക്കിലോട്ട് നോക്കി കിടന്നുറിയില്ലേ കടലിൻ്റെ, അതാണിത്. മുമ്പ് എവിടെയെങ്കിലുമൊക്കെ ഞാൻ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാവരോടും ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കണമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കണ്ട. അപ്പം നമ്മളിതേ പോകാനായതുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കട്ടെ. അപ്പം കുറേ പരിപാടിയൊക്കെ ചെയ്തറിയിടക്ക് അവൾ ഭയങ്കര ഫോണിൽ കളിയായിരുന്നു. അപ്പോൾ അവളുടെ ഫോണിൽ കളി നിർത്താനായിട്ട് ഞാനിതിങ്ങനെ പറക്കിക്കൊണ്ടിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഭ്രാന്ത്. ഇവിടെ വന്നാൽ എനിക്ക് ഇത്തല് പറക്കുക എന്നുള്ളതാണ് എൻ്റെ ഭ്രാന്ത്. ഞാൻ ഇത്തല് പറക്കണ കണ്ടപ്പോഴത്തേക്കും ആ കുഞ്ഞോള് ഫോണൊക്കെ താഴെ വെച്ച് അവൾ ഇത്തല് പറക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ രണ്ടുപേരും കൂടി ആയി. ഇതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല കേട്ടോ, വെറുതെ ഒരു രസം. കാരണം കൊണ്ടുവന്നത് തന്നെ ഒരു 3-4 ടിന്നിൽ ഇരിപ്പുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇതിങ്ങനെ പിറക്കുമ്പോൾ ഒരു സന്തോഷം. പല ടൈപ്പ് ഇത്തലുണ്ട്, കളർ ചേഞ്ചൊക്കെ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അങ്ങനെ പിറക്കിക്കൊണ്ടിരിക്കാനായിട്ട്. പിന്നെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞു, പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുഞ്ഞുമകൾ അച്ഛൻ്റെ കൈയും പിടിച്ച് പോകുന്നുണ്ട്. ഞങ്ങളും ദേ പോകണേന്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കേ.